നിരങ്ങില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം ആരെയും പന്ത നേതാക്കളെ കാണില്ല എന്നല്ല. നേതാക്കളോടൊന്നും വിരോധമുള്ള ആളല്ല വി.ഡി. സതീശൻ. പക്ഷേ ഈ മതനേതാക്കളൊക്കെ അധികാരത്തിൽ ഇടപെടാൻ നിൽക്കുമ്പോൾ അവരെക്കെതിരെ ശക്തമായി ശബ്ദിച്ച ഒരാൾ തന്നെയാണ് സതീശൻ. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി ആയാലും അവിടെ രാഷ്ട്രീയത്തിൽ കയറി ഇടപെടാൻ അനാവശ്യമായി ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ തലക്ക് കിട്ടിയ ഒരു അടികൂടി തന്നെയാണ് വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുകൂടി പറയേണ്ടി വരും. ശ്രീ സുബ്രഹ്മണ്യനാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ സുബ്രഹ്മണ്യൻ, താങ്കൾ എങ്ങനെയാണ് ഈ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ആ മന്ത്രിസഭ ഏത് തരത്തിലെ മന്ത്രിസഭ ആവണം എന്നാണ് താങ്കൾക്ക് ആഗ്രഹം? ചുരുക്കത്തിൽ പറയണം, നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ടാണ്. കിരൺ സാർ നമസ്കാരം. നമസ്കാരം. ഈ കപ്പൽ ഏറ്റെടുത്ത കപ്പിത്താന് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ പ്രതിപക്ഷത്തുള്ളവരും അതിനെ എതിർക്കുന്നവർ എന്തിനാണ് ഈ നിരുത്സാഹപ്പെടുത്തുന്നത്? വി.ഡി. നല്ല ആക്റ്റീവായിട്ട് നല്ല പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകുമ്പോൾ അകത്തുള്ളവരും പുറത്തുള്ളവരും വി.ഡിയെ നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യം എന്താ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫാണ് മൈസൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് വേഗത്തിലെ അഭിപ്രായം പറയാം. ഏത് തരത്തിലെ മന്ത്രിസഭയായിരിക്കണം രൂപീകരിക്കേണ്ടത്? ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്. ഒരു മിശ്രിതമായിരിക്കണം. ഒരു ചെറുപ്പവും കുറച്ച് എക്സ്പീരിയൻസും കൂടെ ചേർന്നുള്ള ഒരു മന്ത്രിസഭയായിരിക്കും യുക്തം എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ വി.ഡി. സതീശനെ സെലക്ട് ചെയ്യാൻ, മന്ത്രിമാരെ സെലക്ട് ചെയ്യാനുള്ള അവകാശം പുള്ളിക്ക് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു അക്കൗണ്ടബിലിറ്റി വരും. അതോടൊപ്പം എനിക്ക് ഒരു സെന്റൻസ് പറയാനുള്ളത്, പുള്ളിയുടെ തുടക്കം വളരെ നന്നായിരിക്കുന്നു. ജനങ്ങളെ ദ്രോഹിക്കാതെ, പൈലറ്റ് വാഹനങ്ങളില്ലാതെ, സിഗ്നലുകൾ നിർത്താതെ ഒക്കെ പ്രവർത്തിക്കുന്നു പറഞ്ഞത് വളരെയധികം സന്തോഷിക്കുന്നു. അതോടൊപ്പം ഈ മന്ത്രിമാർക്ക് മുഴുവൻ പുള്ളി ഒരു പ്രോഗ്രാം ഏറ്റെടുത്താൽ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഒരു പാലമാകട്ടെ, ഒരു അക്കൗണ്ടബിലിറ്റി, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളൊരു വീട് പണിയുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പാലുകാച്ചൽ നടത്തും. അതുപോലെ തന്നെ നിങ്ങളെ ശമ്പളം നിർത്തിയിരിക്കുന്ന യജമാനന്മാരാണ് നമ്മുടെ ജനം. അവര് നമുക്കതിന് ജോലിയാണിത്. നമ്മൾ കൃത്യമായി ശമ്പളം വാങ്ങിക്കുന്നു, നമുക്ക് വാഹനം തന്നിരിക്കുന്നു, എയർ കണ്ടീഷൻ വീട് തന്നിരിക്കുന്നു, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് തന്നിരിക്കുകയാണ്. അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് ഈ പ്രോജക്റ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും ഒരു വർഷത്തിലൊരിക്കൽ ഇത് മുഴുവൻ അവലോകനം ചെയ്ത് പെർഫോം ചെയ്യാത്ത മന്ത്രിമാരെ മാറ്റുകയും ചെയ്യണമെന്നാണ് എന്റെ വിവരം. ശരി, ശ്രീ ജോസഫ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ ഒരു ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾക്ക് ശമ്പളം തന്ന്, കാറ് തന്ന്, AC വീടൊക്കെ തന്ന് നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണ്. ആ ജനങ്ങളോട് അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. അത് കൃത്യമായി പരിശോധന ഉണ്ടാവണം എന്നുള്ള വളരെ വാലിഡായ ഒരു പോയിന്റ് കൂടിയാണ് പറഞ്ഞത്. കേരളത്തെ സംബന്ധിച്ച് പുതിയൊരു മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. കേരളം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത് എന്ന് തന്നെയാണ് പൊതുവേദി പ്രേക്ഷകരുടെ അഭിപ്രായം. കോൺഗ്രസിന്റെ പഴയകാല രീതികളിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രേക്ഷകരുണ്ട്. അങ്ങനെയല്ല, വി.ഡി. സതീശൻ പുതിയൊരു നേതാവാണ്. അദ്ദേഹത്തിന് ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആത്മവിശ്വാസത്തോടെ എന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചവരുമൊക്കെ ഉണ്ട്. ഇതെല്ലാവരും ചേരുന്നതാണ് പൊതുസമൂഹം. ആ സമൂഹത്തിൽ എങ്ങനെയാണ് ഈ മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്, എങ്ങനെ ആരൊക്കെയാവണം മന്ത്രിമാർ എന്നത് മുതൽ അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നടക്കം എല്ലാം പ്രധാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പൊതുജനം ഭാവിയിൽ ഈ മന്ത്രിസഭയെ വിലയിരുത്തുന്നതും വരും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനം പ്രതികരിക്കുന്നതും എല്ലാം. അതിൻ്റെയൊക്കെയാണ് ജനത്തിൻ്റെതാണ് ആത്യന്തികമായ തീരുമാനം. ജനം തന്നെയാണ് യജമാനന്മാർ എന്ന് ഒരിക്കൽ കൂടി പൊതുവേദി പ്രേക്ഷകർ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും മറ്റു വിഷയവുമായി നാളെയും ഇതേ സമയം ന്യൂസ് 18 കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.